എൻ്റെ പേര് ബാബു ജോർജ്, കൽത്തൊട്ടി ഇടഭാഗമാണ്. അതുപോലെ ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വരുന്നത് വീടിൻ്റെ ഒരു നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായിരുന്നു. അന്ന് ഏതായാലും അത് മെയ് 13 2023 തന്നെ കയറി താമസിക്കാൻ സാധിച്ചു. കേൾക്കുന്നില്ല. പിന്നീട് ഞാനിവിടെ സാക്ഷ്യം ജൂലൈ 10 2023 തന്നെ വന്ന് സാക്ഷ്യം പറഞ്ഞിരുന്നു. ഇപ്പോഴത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എനിക്ക് മെയ് മാസമായപ്പോഴത്തേക്കും നടുവിന് ഒരു വേദന തുടങ്ങി. അത് കട്ടപ്പനയും ഋഷഭപ്രദേശത്തുമുള്ള ഒരു 3ഓളം തിരുമാരെ കൊണ്ട് തിരുമിച്ചു. അവർ തിരുമിയിട്ടൊന്നും ഒരു മാറ്റവും വന്നില്ല. ഞാൻ പിന്നെ ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ ചെന്ന് അവിടെ ഒരു വിദഗ്ധ ഡോക്ടറെ കണ്ട്, എൻ്റെ മെയ് 28 എൻ്റെ ഓർമ്മ. അന്ന് ഇവിടെ പ്രദേശങ്ങളൊക്കെ നല്ല കനത്ത മഴയുള്ളൊരു ദിവസമായിരുന്നു. എങ്ങനെയെങ്കിലും വീട്ടിൽ തിരിച്ചെത്തിയാൽ മതി എന്നുള്ളൊരവസ്ഥയായിരുന്നു. പിന്നീട് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഒരു കിറ്റ് നിറയെ മരുന്നുമൊക്കെ തന്ന് ഡോക്ടർ എന്നെ പറഞ്ഞു വിട്ടു. വീട്ടിൽ വന്ന് 2 ദിവസം ഞാൻ മരുന്ന് കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു മാറ്റവും കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ മരുന്ന് കഴിക്കുന്നതൊക്കെ നിർത്തി. ഒരു സാധാരണ എന്ന് ചെയ്യുന്ന പോലെ തൈലമൊക്കെ തേച്ച് വിശ്വാസപ്രമാണമൊക്കെ ചൊല്ലി അങ്ങനെ ഒരാഴ്ചയോളം കഴിഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ നടുവേദന, ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ എനിക്ക് വേദനയില്ല. ഉടനെ തന്നെ ഞാൻ ബലിയർപ്പിക്കാൻ പോയി. സാധാരണ എവിടെയെങ്കിലും പള്ളിയുടെ മൂലയിൽ പോയി അടങ്ങി ഒതുങ്ങി ഇരിക്കുകയുള്ളായിരുന്നു. ഇത് മുട്ട എണീക്കാനും നിൽക്കാനും ഒരു ബുദ്ധിമുട്ടുമില്ല. അന്നു മുതൽ ഇന്ന് വരെ എൻ്റെ രോഗം കംപ്ലീറ്റായിട്ട് മാറ്റിത്തന്നു. പിന്നെ ഞങ്ങളുടെ വേനൽക്കാലത്ത് കഴിഞ്ഞ ഏപ്രിൽ മാസം മാർച്ച് അവസാനത്തോടുകൂടി ഞങ്ങളുടെ പ്രദേശങ്ങളിലെല്ലാം തന്നെ വെള്ളം ഇല്ലാതായി. ഒരു ഏപ്രിൽ ആദ്യമൊക്കെ ആയപ്പോഴേക്കും എൻ്റെ ബോർവെല്ലിൽ അവസാനത്തെ തുള്ളി വെള്ളവും പറ്റി. കുളങ്ങളൊക്കെ നേരത്തെ പറ്റിയായിരുന്നു. അപ്പോൾ പിന്നെ വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല, കുടിവെള്ളം മാത്രമുണ്ട്. കൃഷി നനയ്ക്കാനായിട്ട് തികയില്ല. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു, മഴ പെയ്യുന്ന പ്രതീക്ഷയിൽ. അത് കഴിഞ്ഞ് ഒരാഴ്ചയോടെ കഴിഞ്ഞു. അപ്പോൾ 2 ആഴ്ചയായപ്പോഴത്തേക്കും ഒരു 1400ഓളം ഏലച്ചെടി അങ്ങ് നശിച്ചു. അപ്പോൾ ഞങ്ങൾ ലൈറ്റ് ക്യാൻഡിൽ പ്രയറിലിട്ട് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. അതായത് ഏപ്രിൽ 19 വൈകിട്ട് 7 മണിയായപ്പോൾ ലൈറ്റ് ക്യാൻഡിൽ പ്രയറിലിട്ട് പ്രാർത്ഥിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, 24 മണിക്കൂർ എടുത്തില്ല. 20 കൃത്യം വൈകിട്ട് 5 മണിയായപ്പോൾ മഴ പെയ്തു. മഴ പെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടാലേ മനസ്സിലാകത്തുള്ളൂ, അനുഭവിച്ചാലും. ഞങ്ങൾ താമസിക്കുന്ന ഒരു മലയുടെ മുകൾഭാഗത്താണ്. മലയുടെ താഴ്വാരം മുതൽ മഴ പെയ്ത് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലവും എൻ്റെ പറമ്പ് മൊത്തം കവർ ചെയ്ത് ഒരു 10-100 മീറ്ററൂടെ മുന്നോട്ട് പോയി മഴ അവിടെ നിന്ന് പെയ്തു. ഒരു അരമണിക്കൂറോളം. ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം ഞങ്ങളുടെ ആ പ്രദേശത്ത് അന്ന് ആ ഒറ്റ മഴയ്ക്ക് ലഭിച്ചു. വേറെ ഒരു പ്രദേശത്തും ഞങ്ങൾക്ക് കാണാൻ പറ്റും അടുത്ത മലയിലൊന്നും മഴ പെയ്യാത്തത്. അങ്ങനെ അവിടെ ആ മഴ ലഭിച്ചതുകൊണ്ട് ഞങ്ങളുടെ കൃഷിയിടങ്ങൾ നശിച്ചു പോയില്ല. ബാക്കി ഏലത്തോട്ടങ്ങളൊക്കെ നശിച്ചു പോയി. ഒരു 90% ഏലക്കൃഷി നശിച്ചു. ഞാനിപ്പോൾ ഒരു 6 തവണയോളം ഏലത്തിന് വിളവെടുത്ത് കഴിഞ്ഞു. ഒരു തവണ പോലും വിളവെടുക്കാൻ പറ്റാത്ത തോട്ടങ്ങൾ ധാരാളമുണ്ട്. അങ്ങനെ മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹം കൊണ്ട് അങ്ങനെ സാധിച്ചു കിട്ടി. ഇനി മറ്റൊന്ന്, ഈ കഴിഞ്ഞ ഒക്ടോബർ 26 ജവമാൽ റാലി നമ്മുടെ ഇവിടെ നടത്തിയല്ലോ. അപ്പോൾ ഞാൻ ഒക്ടോബർ 21 ഫ്ലക്സൊക്കെ അടിച്ചു. കൃപാസനത്തിന് ജവമാൽ റാലിയെ സംബന്ധിച്ച് ഫ്ലക്സൊക്കെ അടിച്ച് ഒരു കട്ടപ്പനയും പരിസര പ്രദേശമൊക്കെ കൊണ്ട് കെട്ടി വൈകിട്ട് വീട്ടിലെത്തുമ്പോഴേക്കും ഒരു 6 മണിയോളമായി. അപ്പോൾ നമ്മുടെ അടുത്ത സുഹൃത്തൊരാൾ പറഞ്ഞു, ഒരു കള്ളനാണെന്ന് തോന്നുന്നു, ഒരു ചാക്ക് കൊണ്ട് വഴിയിലിട്ടിച്ചിട്ട് പോയിട്ടുണ്ട്. അപ്പം ഞാൻ ചെന്ന് നോക്കിയപ്പം കായോ ചാക്കോ ഒന്നും എൻ്റെ ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഏലക്കായ എൻ്റെ ആണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴത്തെ സുഹൃത്തുക്കളെല്ലാം വന്നു. അവിടെ ഒരു 2 വീലർ ഇരിപ്പുണ്ടായിരുന്നു. ആ 2 വീലറിൻ്റെ ആളിനെ വിളിച്ചു. അയാളും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കള്ളന്മാരെയും പിടികൂടാൻ സാധിച്ചു. പോലീസൊക്കെ എത്തി. അപ്പോഴാണ് മനസ്സിലാകുന്നത്, എൻ്റെ പറമ്പിൽ ഒരു 3 വർഷമായിട്ട് പണിതുകൊണ്ടിരിക്കുന്ന ഒരു തമിഴ്ക്കാരനാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് പിടിക്കുമ്പോൾ ഏതാണ്ട് ഒരു 10,000 രൂപയുടെ ഏലക്ക എനിക്ക് തിരിച്ചു കിട്ടി. ഇപ്പോൾ അന്ന് അയാളെ പിടികൂടാൻ സാധിക്കാതെ അല്ലെങ്കിൽ ഇപ്പോഴും അയാൾ മോഷ്ടിച്ചുകൊണ്ടിരിക്കും, ഞാൻ അറിയില്ല. ഈ 3 വർഷമായിട്ട് സ്റ്റോറിൻ്റെ താക്കോല് പോലും അദ്ദേഹത്തെ ഞാൻ ഏൽപ്പിച്ചിരുന്നത്. ഞാൻ പറയുന്നത് അതിൻ്റെ ആ സമയത്തിൻ്റെ ആ കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ കള്ളനെ പിടിക്കുന്നത് വെറും 2 മണിക്കൂറിന് ശേഷം. ഈ ഫ്ലക്സൊക്കെ ഞാൻ കെട്ടിയതിന് ശേഷം തിരിച്ച് വീട്ടിൽ വന്ന്
ഒരു 2 മണിക്കൂർ കഴിഞ്ഞു, ഒരു 8 മണി 8:30 ആയപ്പോൾ രാത്രി ആയപ്പോഴാണ് ഈ കള്ളനെ പിടികൂടുന്നത്. അങ്ങനെ മാതാവിൻ്റെ ദൈവാനുഗ്രഹത്തെ മാതാവ് ഇടപെട്ടതുകൊണ്ട് മാത്രം അയാളെ പിടികൂടാൻ സാധിച്ചു. പിന്നെ ബോർവെല്ലിൽ നഷ്ടപ്പെട്ട വെള്ളം, അപ്പോൾ ഏപ്രിൽ ആദ്യമൊക്കെ ആയപ്പോഴത്തേക്കും വെള്ളം നഷ്ടപ്പെട്ടു. ഈ ബോർവെല്ലിനകത്ത് കിടന്ന മോട്ടറും കത്തിപ്പോയി, വെള്ളമില്ല കിടന്നിട്ട്. പിന്നീട് ഞാൻ ഇവിടുന്ന് സ്റ്റാളിൽ നിന്ന് മേടിച്ച ഒരു മാതാവിൻ്റെ ഒരു കാശുരൂപവും കുറച്ച് ഉപ്പും ഇട്ട് വെഞ്ചരിച്ച് നമ്മുടെ ഉപ്പുണ്ടല്ലോ, ഉപ്പ് ഇട്ട് 2 തിരിയും കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ച് ബോർവെല്ലിൻ്റെ അടച്ച് കെട്ടി വെച്ചു. അടുത്ത ഓഗസ്റ്റ് 15 പള്ളിയിൽ പോയി വന്ന് കഴിയുമ്പോൾ ഞങ്ങൾ തുറന്നു നോക്കും. ഞങ്ങൾ വന്ന് 5-8 പേര് അവിടെ ചുറ്റുവട്ടത്തിൽ കുടിവെള്ളമൊക്കെ ലഭിക്കുന്നവരുണ്ട്. അപ്പോഴേക്കും അതിനകത്ത് സമൃദ്ധമായ ജലം നൽകണം, ഇത് മാത്രമേ മാതാവിനോട് പ്രത്യേകിച്ച് പറഞ്ഞുള്ളൂ. കാരണം വെച്ചാൽ വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല. പുതുതായിട്ട് ബോർവെൽ അടിച്ചാലും വെള്ളം കിട്ടണമെന്നില്ല, കിട്ടിയാൽ തന്നെ അത് എന്തരം ഉണ്ടോയെന്നറിയത്തില്ല. അപ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങളും വരും, അങ്ങനെ എല്ലാ വിഷയങ്ങളും വരും. ഏതായാലും ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 15 ഞങ്ങൾ പള്ളിയിൽ പോയിട്ട് വന്ന് ഞങ്ങൾ 4-5 പേര് കൂടി അളന്ന് നോക്കി. 625 അടി താഴ്ചയുള്ള ബോർവെല്ലിൽ ഇപ്പം മുകളിൽ നിന്ന് ഗ്രൗണ്ട് ലെവലിൽ താഴോട്ട് നോക്കുമ്പോൾ ഒരു 40 അടി വരെയും വെള്ളം എത്തിക്കഴിഞ്ഞു. അതായത് ഒരു 600-നടുത്ത് വെള്ളം ആയിക്കഴിഞ്ഞു. വേറെ ബോർവെല്ലുകളൊക്കെ ആ ചുറ്റുവട്ടത്തുണ്ട്, ഒരൊറ്റണത്തിനകത്തും വെള്ളമില്ലെന്നുള്ളതാണ്. വീടിനടുത്ത് തന്നെ ഒരു പാറമട ഉണ്ടായിരുന്നു. ആ പാറമടയിൽ കുറച്ച് നാട്ടുകാരും അതുപോലെ കുറേ കുടിയന്മാരെല്ലാം കൂടി ഒരു പാറമട തുടങ്ങാനായിട്ട് പ്ലാൻ ചെയ്തു. ഇവർ ചുറ്റുവട്ടത്തിൽ താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് പോലും ഇവർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ പഞ്ചായത്തിലും താലൂക്കിലും കളക്ടറേറ്റിലൊക്കെ പരാതി കൊടുത്തു, ഒന്നും സംഭവിച്ചില്ല. പിന്നീട് ഞാൻ ഇങ്ങോട്ട് ഉടമ്പടി പുതുക്കാനായിട്ട് പോരുന്നതിൻ്റെ അന്ന് കുറച്ച് ഉപ്പ് പാറയുടെ മുകളിൽ കൊണ്ട് ഇട്ട് ഒരു വിശ്വാസ പ്രമാണം ചൊല്ലി ഇങ്ങോട്ട് പോന്നു. ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും അത് പണിതുകൊണ്ടിരുന്ന ഹിറ്റാച്ചി അടുത്ത പറമ്പിൽ കൊണ്ട് കയറ്റിയിട്ടു. അതവിടെ കിടന്നു. 2 ആഴ്ച കഴിഞ്ഞപ്പം അത് വേറൊരു വണ്ടിയെ കയറ്റി വിട്ടുപോയി. ഇന്നേ വരെ ഒരു നിർമ്മാണ പ്രവർത്തനം അവിടെ നടത്തിയിട്ടില്ല. കൃപാസനത്തിൽ എൻ്റെ പിള്ളേരും എല്ലാം കൊണ്ടുവന്ന് ഞാനിവിടെ പ്രാർത്ഥിപ്പിക്കാറുണ്ട്. കുടുംബ പ്രാർത്ഥന ഭംഗിയായിട്ട് നടക്കുന്നു. അതുപോലെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രങ്ങളെല്ലാം കൃത്യമായിട്ട് ഞാൻ കൊടുക്കാറുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൽ 2 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായം 16-ാം തിരുവചനം ഇപ്രകാരം അരുളി ചെയ്യുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, ഈ വരണ്ട അരുവിത്തടം കുളങ്ങൾ കൊണ്ട് ഞാൻ നിറയ്ക്കും. കാറ്റോ മഴയോ ഉണ്ടാകുകയില്ല, അരുവിത്തടം ജലം കൊണ്ട് നിറയും. നീയും കാലിക്കൂട്ടവും മൃഗങ്ങളും അത് കുടിക്കും. കർത്താവിന് ഇത് നിസ്സാരമാണ്. ഇവിടെ അനുഭവ സാക്ഷ്യത്തിലൂടെ ബാബു ജോർജ് എന്ന ഈ മകൻ തൻ്റെ 2ാമത്തെ സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ തൻ്റെ കൃഷിയിടങ്ങളെയൊക്കെ എങ്ങനെയാണ് കർത്താവ് ഫലഭൂയിഷ്ടമാക്കിയത്. മഴ തങ്ങളുടെ ചുറ്റും മാത്രം ഒക്കെ മഴ പെയ്തു. അതുപോലെ തങ്ങളുടെ ബോർവെല്ലിൽ മാത്രം വെള്ളം, ചുറ്റുമുള്ള ബോർവെല്ലിലൊക്കെ വരണ്ട് കിടക്കുമ്പോൾ തങ്ങൾക്ക് മാത്രം അതൊക്കെ സാധ്യമായി. അതിനെ ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ എങ്ങനെ ഉപയോഗിച്ചു. ഇത് എക്സാജറേഷനൊക്കെ ആയിട്ട് ചിന്തിക്കുന്നവർക്ക് അവരുടെ ബുദ്ധിയും യുക്തിയും ഒക്കെ കൊണ്ട് അങ്ങനെയൊക്കെ ചിന്തിക്കാൻ സാധിക്കും. എന്നാൽ ഈ മകൻ തന്നെ പറഞ്ഞു, അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല, ഇത് അനുഭവിക്കണം. അതായത് തൻ്റെ വീട്, ഭവനം ഒരു മലമുകളിലായിട്ടാണെന്നും മലയുടെ മുകളിലാണെന്നും അതിന് ചുറ്റും മാത്രം 100 മീറ്റർ ചുറ്റളവിൽ മാത്രം മഴ പെയ്തതൊക്കെ താൻ അനുഭവിച്ചതാണ്, കണ്ണുകൊണ്ട് കണ്ടതാണെന്നൊക്കെയാണ് ഈ മകൻ തന്നെ ഇവിടെ വന്ന് പറയുന്നത്. അങ്ങനെ തൻ്റെ കൃഷിയിടം ഇന്ന് തനിക്ക് ഒത്തിരിയേറെ വിളവ് നഷ്ടമായിക്കൊണ്ടിരുന്ന പല സാഹചര്യങ്ങളിൽ നിന്ന് ഇന്ന് 6 പ്രാവശ്യമൊക്കെയാണ് താൻ വിളവെടുപ്പ് നടത്തുന്നത്. ഏലകൃഷി ഇങ്ങനെയൊക്കെയാണ് ഇവിടെ നാം കേട്ടത്. അതുപോലെ തന്നെ വീണ്ടും തനിക്ക് രോഗസൗഖ്യം, അതുപോലെ ഉപ്പിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഒരു പാറമടയൊക്കെ എങ്ങനെയാണ് തുടങ്ങണമെന്ന് പറഞ്ഞത് സ്റ്റോപ്പായി പോകുന്നു. ഇങ്ങനെ താനിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ, അതായത് തൻ്റെ ജീവിതത്തിൽ ദൈവം തന്നെ തൊടുന്ന ഈ അനുഭവങ്ങൾ ഈ മകൻ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഈ മകൻ നിഷ്ക്രിയനായിട്ടിരിക്കുകയല്ല.
ഇവിടുത്തെ ജപമാല, അഖണ്ഡ ജപമാല മഹാറാലിക്ക് വേണ്ടി കട്ടപ്പനയിൽ ഫ്ലക്സ്, അവിടെയൊക്കെ ഫ്ലക്സ് സ്വയം പ്രേരിതനായിട്ട് അതൊക്കെ ചെയ്യുന്നു. അത് ചെയ്തതിന് ശേഷമാണ് തനിക്ക് ഒത്തിരിയേറെ നഷ്ടം സംഭവിക്കാമായിരുന്ന ഒരു കളവ്, ആ മോഷണത്തിൽ നിന്നൊക്കെ ഈ മകനെ എങ്ങനെയാണ് തൻ്റെ സാധനങ്ങളും തൻ്റെ സമ്പത്തും തനിക്ക് സംരക്ഷിക്കപ്പെടുന്ന അമ്മയുടെ സാന്നിധ്യമുണ്ടായത്. അതുപോലെ തനിക്കും തൻ്റെ കുടുംബത്തിനും കിട്ടുന്ന കൃപകൾ, അതിന് വേണ്ടിയിട്ട് അനാഥാലയങ്ങളിലൊക്കെ പോയി അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക, മറ്റുള്ളവരോട് താല്പര്യമുണ്ടാവുക. ഇത്രയും നാളുമൊക്കെ നാം നമ്മുടെ സമ്പത്ത്, നമുക്കുള്ളത് നമുക്ക് വേണ്ടി മാത്രം, നമ്മുടെ മക്കൾ, നമ്മുടെ വീട്, ഇതൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം എങ്ങനെയാണ് അപരനെ കൂടി ശ്രദ്ധിക്കുന്ന ഒരവസ്ഥയിലേക്ക്, അത് ചിലപ്പോൾ നമ്മുടെ ബന്ധുക്കളാകാം, അയൽക്കാരാകാം, അല്ലെങ്കിൽ നമുക്ക് പരിചയമില്ലാത്തവരാകാം, ഇവരെയും കൂടി കരുതുന്ന ഒരു മനോഭാവത്തിലേക്ക് വരുമ്പോഴാണ് അരുവിത്തടങ്ങളൊക്കെ ജലം കൊണ്ട് നിറയും. അവിടെ കാറ്റോ മഴയോ ഒന്നുമില്ല, എന്നാൽ അരുവിത്തടങ്ങൾ നിറയും. നിൻ്റെ കാലിക്കൂട്ടവും നീയുമൊക്കെ അതിൽ നിന്ന് കുടിക്കും. ഇത് കർത്താവിന് നിസ്സാരമാണ് എന്ന് തിരുവചനം പറയുമ്പോൾ, ഇത് വചനം എന്നോ പറഞ്ഞു വെച്ച കാര്യമല്ല, ഇന്നും ജീവിക്കുന്ന വചനം, തുടർന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെ തൊടുന്ന സംഭവങ്ങളാണ് ഉടമ്പടിയിലൂടെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുക. കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി.